पति भगवाने गणपति भगवाने नमामि गणपति भगवाने गणपति भगवाने ഉണരും പ്രഭാതത്തിൻ ഹവിസിൽ നിന്നുയിർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയേ ഉണരും പ്രഭാതത്തിൻ ഹവിസിൽ നിന്നുയിർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയേ ഗണപതി ഭഗവാനേ നമാമി ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഴവങ്ങാടിക്ക് ഫ്രണ്ടിലാണ്. ഈ തിരുവനന്തപുരം നഗരത്തിന് തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതും ഈ സമയത്ത് അത് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്ര പരിസരം തന്നെയാണ്. അത്രത്തോളം തിരക്കുണ്ട്. ക്ഷേത്രത്തിൽ തൊഴാൻ എത്തുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ബസ് കയറാൻ എത്തുന്നവരുണ്ട്. തൊട്ടടുത്താണ് ഈ സ്പോട്ട്, അത് പ്രേക്ഷകർക്കറിയാം. തൊട്ട് പിന്നിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർക്കൊക്കെ ഇതിന്റെ ആ ഒരു വഴിയൊക്കെ നന്നായിട്ട് അറിയാം പ്രജൻ. അപ്പോൾ ഇവിടെ നിന്ന് വിഘ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് നല്ലൊരു ഗണപതി ഭഗവാന്റെ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. മോർണിംഗ് വാക്ക് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നടന്ന് അങ്ങനെ പോകും. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. ഈ വാർത്തകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, അപ്പം മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് ഇന്നത്തെ ഡേറ്റ് നമ്മൾ പറഞ്ഞില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ്. ഇന്ന് ജനുവരി 7-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. കൊല്ലവർഷം 1200, ധനു 23. അപ്പോൾ അങ്ങനെ നമുക്ക് നടന്നു തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. PV അൻവർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോൾ PV അൻവർ UDF-ലേക്ക് അടുക്കുന്നു എന്ന വാർത്തകൾ, ചർച്ചകളൊക്കെ സജീവമാകുന്നു എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. ഉപാധികളില്ലാതെ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDF-നൊപ്പം നിൽക്കുമെന്നാണ് PV അൻവർ MLA അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും KPCC അധ്യക്ഷൻ K സുധാകരനെയും ഫോണിൽ വിളിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. UDF-ന്റെ എല്ലാ നേതാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും PV അൻവർ 24-നോട് പറഞ്ഞു. 24-നോട് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ജയിൽ മോചിതനായ ശേഷമുള്ള PV അൻവറിന്റെ ഒതായിലേക്കുള്ള യാത്ര പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന് ഓരോ ഇടങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ സ്വീകരണം നൽകി പോരുകയാണ്. അങ്ങ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര സമയമായി. ഇതിനോടകം UDF-ൽ ആരെങ്കിലും അങ്ങേ ബന്ധപ്പെടുകയോ അങ്ങുമായി സംസാരിക്കുകയോ? എല്ലാ നേതാക്കളെയും ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു, നന്ദി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പം നടത്തുന്ന പോരാട്ടം UDF ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ UDF-നോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ, 63 നിയമസഭാ മണ്ഡലം, 430 പഞ്ചായത്ത്, ആ ജനങ്ങൾ ഒരുമിച്ച് പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഈ ഒരു നീക്കത്തോട് കൂടിയിട്ട്. 63 മണ്ഡലങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം നിൽക്കേണ്ട ജീവിത സാഹചര്യത്തിലാണ് മലയോര ജനങ്ങൾ. അത് UDF ആ കാര്യം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നേരത്തെ താങ്കൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ഉപാധികളും താങ്കൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒറ്റക്ക് താങ്കൾ UDF-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. എനിക്ക് ഒരു ഉപാധിയില്ല. UDF-നോടൊപ്പം നിന്നിട്ട് എന്താണ് ഒരു വ്യക്തി എന്ന നിലക്ക് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെയും കൂട്ടിയിട്ട് UDF-നോടൊപ്പം നിന്ന് പിണറായി ഗവൺമെന്റിന്റെ 140 സീറ്റിൽ 10 സീറ്റിൽ അവർ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കും. 10 സീറ്റിൽ. അതാണ് ഉപ്പുവെച്ച കലം എന്ന് പറയുന്നത്. ഈ 63 മലയോര മേഖലയിലെ മണ്ഡലങ്ങൾ തിരിയുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് ഈ ജനവിരുദ്ധ വർഗീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യം കേരളത്തിൽ കുറിക്കും. നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു UDF നേതാവ് പോലും അങ്ങേ പിന്തുണയ്ക്കാതെ സംസാരിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും അങ്ങേ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഭാവിയിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ അൻവർ UDF-നൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും അൻവറിന് അല്ല, അൻവർ ഉയർത്തിയ ഈ മലയോര വിഷയം അതീവ സീരിയസ് ആണ് എന്ന നിലക്കാണ് UDF നേതൃത്വം ഇതിന് പിന്തുണ നൽകിയത്. പിന്നെ ഗവൺമെന്റ് ഇന്നലെ കാണിച്ച പോലീസിന്റെ ഭരണകൂട ഭീകരത. ഒരു വ്യക്തി സർക്കാരിനെതിരെ സംസാരിച്ചാൽ ഒരു MLA-ക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ നാട്ടിലൊരാളും ഇവിടെ മിണ്ടരുത്. അതിനെയാണ് ജുഡീഷ്യറി പൊളിച്ചു കളഞ്ഞത്. അങ്ങ് നാളെ രാവിലെ ആദ്യം ചെയ്യാൻ പോകുന്നത് VD സതീശനെയും K സുധാകരനെയും ഫോൺ വിളിച്ച് സംസാരിക്കും. അല്ല, ആൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാ ലീഡർമാരും സംസാരിച്ചു.
എന്തായാലും ശ്രീ PV അൻവർ ഒതായിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് UDF-ഉമായിട്ട് താൻ ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനൊരു തരത്തിലുള്ള ഉപാധികളും തനിക്കില്ല എന്നാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ PV അൻവർ UDF-ലേക്ക് വരുമ്പോൾ, UDF-നോട് അടുക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്നൊക്കെ ഉണ്ടാകാൻ പോകുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെയാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളത്. ഇനി സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് NM വിജയന്റെ ആത്മഹത്യയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് സുൽത്താൻ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. എന്തായാലും അവരുടെ അറസ്റ്റ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ മാർച്ച്. ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘവും നീങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ന് ചോദിക്കാം. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അറിയേണ്ടത് എന്താണ്, ഏത് രീതിയിലാണ് ഈ മാർച്ച് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. CPM ഈ വിഷയം NM വിജയന്റെയും മകന്റെയും മരണം അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി ഇതിനോട് മാറ്റുന്നുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പം ഏറ്റവും വലിയ ഒരു പുതിയ തെളിവായി വന്നിരിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്ന് CPM ആവശ്യപ്പെടുമ്പോൾ അത് പല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് കോൺഗ്രസ് മറുഭാഗത്ത്. ആ കത്ത് കണ്ടില്ല എന്ന് പറയുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കത്തേ ഇല്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയം അവിടെ ചർച്ചയാകുന്നത്? വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് ഉയരുകയാണ് പ്രവിത പ്രജിൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ CPIM ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് നാളെ രാത്രി നൈറ്റ് മാർച്ച് നടക്കുന്നത്. DYFI-യും സമരരംഗത്തുണ്ട്. NM വിജയന്റെ മരണശേഷം വലിയ വിവാദങ്ങളിലേക്കാണ് തിരികൊളുത്തിയത്. IC ബാലകൃഷ്ണനെതിരെ ആയിരുന്നു പ്രധാനമായും വിമർശനമായി ഉയർത്തി വിട്ടത് CPIM. പക്ഷേ ആ ഘട്ടത്തിൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന 5 കത്തുകളിൽ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ ആരോപണമുണ്ട്. അതിൽ പണം വാങ്ങിയതിനെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളാണ്, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം NM വിജയൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ വൈകിട്ട് സുൽത്താൻ ബത്തേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് CPIM ഉന്നയിക്കുന്നത്. DYFI-യും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ രംഗത്ത് സജീവമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ അന്വേഷണ സംഘം ചില നീക്കങ്ങൾ നടത്തുന്നതായി അറിയുന്നു. അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ മൊഴി രേഖപ്പെടുത്തണം, ചോദ്യം ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് അന്വേഷണ സംഘം മാറാനുള്ള തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നുള്ളതാണ്. 2 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് വിജിലൻസ് അന്വേഷണവും മറ്റൊന്ന് പോലീസ് അന്വേഷണവുമാണ് നടക്കുന്നത്. ഇവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ KPCC പ്രസിഡന്റ് തന്നെ പറയുന്നത് NM വിജയൻ നൽകിയ കത്ത് വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും ഗൗരവമുള്ള ഒരു ആത്മഹത്യ നടന്നിട്ട് DCC ട്രഷററാണ് ആത്മഹത്യ ചെയ്തത്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയ അദ്ദേഹം. ശരി സുജിത്, അപ്പൊ എന്തായാലും അത് ആ മാർച്ചിൽ ഇന്ന് കൃത്യമായി CPM അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കോൺഗ്രസിലെ ഒരു വലിയ തലവേദനയായി ഇപ്പോൾ ഈ വിഷയം മാറുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പാണ് അത് തള്ളിക്കൊണ്ടൊക്കെ നേതാക്കൾ രംഗത്ത് വരുമ്പോൾ അത് വലിയ ചർച്ച ആക്കിയാണ് മറുഭാഗത്ത് CPM. എന്താണ് ഇന്ന് പ്രതികരണങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിപ്പോൾ നമ്മളുള്ളത് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമാണ്. അതാ ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തുന്ന നിരവധി പേരുണ്ട്. അപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ എത്തുന്നവരുണ്ട്. ഇവിടെ ശുചീകരണ തൊഴിലാളികൾ നിരവധി പേരുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വലിയ നഗരമാണെങ്കിൽ പോലും അത് കൃത്യമായി ശുചീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഈ റോഡിന്റെ ഒക്കെ കാര്യമാണ്. നമ്മളത് പ്രജൻ പലപ്പോഴും ഈ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് ശുചീകരിച്ച് അവിടെ ഇങ്ങനെ പൊങ്കാല നടന്നതായിട്ടുള്ള അടയാളം പോലും ഇല്ലാതെ ആക്കും. അപ്പൊ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളികളാണ്. നമുക്ക് അവരോട് കൂടി സംസാരിക്കാമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പൂ വിൽക്കാനിരിക്കുന്ന നിരവധി പേരുണ്ട്. രാവിലെ കാണാൻ പറ്റുന്ന വളരെ നല്ല കാഴ്ചയാണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള കാഴ്ചയാണ്. ആളുകളൊക്കെ നല്ല എനർജിയിലാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയിൽ, ഈ തിരക്കിന്റെ ഇടയിൽ നടക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു തിരക്കുള്ള അന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധി ഇന്ന് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കണ്ണൂർ
കണ്ണപുരം റിജിത്ത് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ BJP RSS പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാരെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടന്നത് 19 വർഷത്തിന് മുൻപാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പ്രതികൾക്ക് ഏതറ്റം വരെയുള്ള ശിക്ഷ ലഭിക്കാനാണോ സാധ്യത? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് കോടതി ഇതിൽ ശിക്ഷ വിധിക്കാൻ പോകുന്നത്. 2005 ഒക്ടോബർ 3-നാണ് കണ്ണപുരം ചുണ്ടയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ RSS BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിടെ ഒരു ക്ഷേത്രത്തിൽ ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കം ഇതിൽ തുടർന്ന് ഉടലെടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ പ്രോസിക്യൂഷൻ കേസ്. കേസിൽ 9 RSS BJP പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി കോടതി കണ്ടെത്തിയിരുന്നു. അവർക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കുന്നത്. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ശിക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ് റിജിത്തിന്റെ കുടുംബവും CPM പ്രവർത്തകരെല്ലാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതി വിചാരണ ഘട്ടത്തിൽ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മറ്റ് അവശേഷിക്കുന്ന 9 പ്രതികൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് 11 മണിയോടെ വിധിക്കാൻ പോകുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് മറ്റൊരു കൊലപാതക വാർത്തയുടെ തന്നെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് 4 CPM നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയാം എന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ഉപഹർജിയിലെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിൽ വിലക്കുണ്ടാകും. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കും വരെ ജാമ്യവും നൽകിയേക്കും. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീലുകൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നിന്നാണ് നമ്മൾ ഈ മോർണിംഗ് വാക്ക് ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഈ നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ തൊട്ടടുത്തൊക്കെ ഈ മുല്ലപ്പൂവൊക്കെ നിൽക്കുമ്പോഴേ നല്ല മുല്ലപ്പൂവിന്റെ മണമാണ്. എന്നൊരു പ്രത്യേക എന്താ പറയുന്നത്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. നല്ല മണമാണ്. അപ്പൊ നമുക്ക് ഇവിടെ പൂ വിൽക്കാനിരിക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. എന്താ ഇവിടെ ഒപ്പം തന്നെ കറുകമാല, നാരങ്ങാമാലയൊക്കെ ഗണപതിക്ക് അർപ്പിക്കാനായി ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചേട്ടാ, ഗുഡ് മോർണിംഗ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമുണ്ട്. ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ തിരക്ക് രാവിലെ. ചേട്ടൻ എത്ര മണി വരെയാണ് ഇവിടെ ഉണ്ടാവുക? ഞാൻ ഒരു 4:30 മണി തൊട്ട്. അതാണ് കറുകമാല ഗണപതിക്ക് അർപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് കെട്ടുന്നതിൻ്റെ തിരക്കിലാണ് ആ ചേട്ടൻ. ഇവിടെ മറ്റൊരു ചേട്ടനുണ്ട്. മുല്ലപ്പൂ ഒപ്പം താമരയൊക്കെ, താമര മൊട്ടുണ്ട്. ചേട്ടാ, ഗണപതിക്ക് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താണ്? ഗണപതിയുടെ പ്രധാന വഴിപാട് കറുക, അത് കഴിഞ്ഞ് നാളികേരം, ഉണ്ണിയപ്പം, മോദകം. രാവിലെ എത്ര മണിക്ക് എല്ലാ ദിവസവും എത്തും ഇവിടെ? എത്തുമ്പോൾ ഒരു 5-10 ആവും. എല്ലാ ദിവസവും? എല്ലാ ദിവസവും. ചിലപ്പം തീരും, ചിലപ്പം തീരില്ല. കച്ചവടത്തിൻ്റെ നേരത്തുമല്ല ഇരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഏത് ദിവസമാണ്? ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് തിങ്കൾ, ഞായർ, പിന്നെ വെള്ളി, വ്യാഴം, ഇങ്ങനെയൊക്കെ. ഈ പൂവൊക്കെ എവിടെ നിന്നായിട്ട് എത്തിക്കുന്നത്? തോവള. തിരക്കിലേക്ക് കിടക്കുകയാണല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ കച്ചവടമൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ കച്ചവടം നന്നാണ് നടക്കും, ചില ദിവസങ്ങളിൽ കുറവായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ വഴിപാടുകൾ എന്ന അടക്കം ആ ചേട്ടൻ പറഞ്ഞു തന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കൂടി പോകാം. അങ്ങനെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയി നമുക്കിങ്ങനെ മോർണിംഗ് വാക്ക് തുടരാം. ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും എന്നാണ് വാർത്ത. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുക. കേസ് ഡയറി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച അധികൃതർ റിപ്പോർട്ടിൽ സംഘടിത ഗൂഢാലോചന എന്ന കുറ്റം ചുമത്തിയിരുന്നു. ഇത് മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന
അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അങ്ങനെ തിരക്ക് പിടിച്ച പ്രഭാതത്തിലേക്ക് തിരുവനന്തപുരം നഗരം കടക്കുകയാണ്. നല്ല തിരക്കാണ്. ഇപ്പൊ തന്നെ 6:18 ആയിട്ടേ ഉള്ളൂ. മാത്രമല്ല, എനിക്കെപ്പോഴും തോന്നുന്നത് ഇവിടെ വന്നതിന് ശേഷം ശ്രദ്ധിച്ചൊരു കാര്യം, കൊച്ചിയിലാണെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് അത്ര തണുപ്പില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങും. അതായത് നമ്മൾ ആ കലോത്സവ വേദിയിലേക്ക് ഇരിക്കുമ്പോൾ നല്ല പൊള്ളുന്ന ചൂടാണ്. അപ്പം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ കലോത്സവ വാർത്തകൾ ഉൾപ്പെടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വരാം. അതെ, ഇപ്പൊ മിനി ബാബു നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, കറുകമാല വാങ്ങി ഗണപതിക്ക് സമർപ്പിക്ക്, നാളികേരം ഉടക്കി വിഘ്നങ്ങൾ മാറും, പ്രകൃതിയുടെ കാലിലെ മുറിവും പെട്ടെന്ന് മാറട്ടെ എന്ന് പറയുന്നുണ്ട് മിനി ബാബു. അല്ല, ഹസീന ഷാജി പറഞ്ഞു, പ്രവിതക്കുട്ടി കുറച്ച് മുല്ലപ്പൂ കൂടി ചൂടിയാൽ സൂപ്പർ ആകും എന്ന് പറയുന്നു. പക്ഷെ സാരി എടുത്തിട്ട് പൂ ചൂടിയാൽ കുറച്ചുകൂടെ നന്നാവും എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ബോക്സിൽ നമ്മുടെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളിലേക്കൊക്കെ നമുക്ക് വരാം. ഏതൊക്കെ എത്രമാത്രം പ്രേക്ഷകർ ഇങ്ങനെ ഇറങ്ങി മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്, ജോഗിന് ഇറങ്ങിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ പരിപാടികൾ എന്നൊക്കെ അറിയണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേ ആണ്. തിരക്കുള്ള സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് മോർണിംഗ് വാക്കും മോർണിംഗ് ഷോയും നിങ്ങൾ കാണാൻ മറക്കില്ല എന്ന് നമുക്കറിയാം. അതോടൊപ്പം പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ കമന്റ്സ് വരുന്നുണ്ട്. പഴവങ്ങാടി ഗണപതി നടയിൽ തേങ്ങ അടിച്ചേക്കെന്ന് പറയുന്നു, വിഘ്നങ്ങൾ മാറട്ടെ എന്ന് മിനി പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രജൻ പ്രവിത എന്ന് ഹസീന പറയുന്നു. പ്രവിത കുറച്ച് പൂ വാങ്ങിക്കൂ എന്ന് ഫാത്തിമ പറയുന്നുണ്ട്. മുല്ലപ്പൂ ചൂടിക്കോളൂ എന്ന് തന്നെ നിരവധി പ്രേക്ഷകർ പറയുന്നു കേട്ടോ. സീന, വിനോദ്, ഷാജി, ഇവരെല്ലാം, മിനി, എല്ലാവരും പറയുന്നു മുല്ലപ്പൂ വാങ്ങിച്ചോളൂ എന്ന്. അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. മാത്രമല്ല കേട്ടോ, ഈ സൈഡില് അറിയാലോ, ഗണപതിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകളൊന്ന് തേങ്ങ ഉടക്കുക എന്നുള്ളതാണ്. അപ്പൊ തേങ്ങ വിൽക്കാനിരിക്കുന്ന നിരവധി പേര് ഇവിടെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലും നമ്മൾ കണ്ടിരുന്നു. അപ്പം അവരുടെ വിശേഷങ്ങളിലേക്കും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് വരണം പ്രജൻ. നമുക്ക് വാർത്തകളിലേക്കും കൂടെ പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അതെ, തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുശാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരും എന്നൊരു വാർത്തയുണ്ട്. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നതിനിടെയാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ മാസം 11 ചേർന്ന മുഷാവറ തർക്കത്തെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ഉമർ ഫൈസി മുക്കത്തെ മുഷാവറിൽ നിന്ന് പുറത്താക്കണമെന്ന് ലീഗ് അനുകൂലികളും സമസ്തയ്ക്ക് സമാന്തരമായി ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെയും മുഷാവറയിലെ ചർച്ചാ വിഷയങ്ങൾ പരസ്യപ്പെടുത്തിയവർക്കെതിരെയും നടപടി വേണമെന്ന് എതിർ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. യെസ്, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ പഴവങ്ങാടി ക്ഷേത്രത്തിൽ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട, അതായത് KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അപകടങ്ങൾ, ഒരു അപകട മേഖല ഇതിനോടൊപ്പം മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസം സംഭവിച്ച ഒരു മരണം. 2 വാഹനങ്ങൾക്കിടയിൽ, 2 ബസ്, ഒരു സ്വകാര്യ ബസ്സിനും KSRTC ബസ്സിനിടയിൽ പെട്ടൊരാൾ മരിച്ച സംഭവമൊക്കെ അത് ഈ സ്പോട്ടിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഇപ്പോഴും ആക്റ്റീവാണ് ഈ ഏരിയ ഒക്കെ തന്നെ. എപ്പോഴും ബസ്സുകൾ വന്ന് പോകുന്ന ഒരു ഏരിയ ആണ്. ബസ് ബേ ഉണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾ ബസ് ബേക്ക് പുറത്ത് പാർക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കാണാം. തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ആളുകളൊക്കെ ഇവിടെ അതിരാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ബസ്സുകൾ വരുന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ട്. ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അതെ, CPIM സംസ്ഥാന സമിതി ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയാണ് മുഖ്യ അജണ്ട. ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടുകളുടെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്ന നടപടിക്ക് സംസ്ഥാന സമിതി ഇന്ന് അംഗീകാരം നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചത്. പുതിയ ഏരിയ കമ്മിറ്റി കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷമോ പാർട്ടി കോൺഗ്രസിന് ശേഷമോ മതി എന്നതാണ് ധാരണ. ഇപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം, ഞാനും പ്രജനും തിരുവനന്തപുരത്ത് എത്തിയത് എന്തിനാണെന്ന്. അതെ, അത് നമ്മുടെ കലാമാമാങ്കത്തിന്റെ ഭാഗമാകാനാണ്. ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനന്ത കലാപുരി എന്ന 24ന്റെ പവലിയിൽ നിന്നുമാണ് കലോത്സവ വാർത്തകൾ കഴിഞ്ഞ 3 ദിവസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിഭകളെ കണ്ടുവിട്ടു, ഒരു രക്ഷയില്ല. കാരണം കുട്ടികളെല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. അവരുടെ മസ്മരിക പ്രകടനം എന്ന് പറയാം, അത് ഓരോ ഇനത്തിൽ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. മാത്രം നമ്മളൊരു ഉത്സവത്തിനകത്ത് കയറിയ ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് ആളുകളൊന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ സ്റ്റേജുകളിലേക്കൊന്നും ഈ കാഴ്ച കാണാൻ എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ
എന്താ നമ്മളുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളൊരു ഉത്സവത്തിനകത്ത് എങ്ങനെയാണോ അങ്ങനെയാണ്. ഒരുപാട് കലാരൂപങ്ങൾ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയണ്ടേ? യെസ്, അപ്പോൾ കലോത്സവ വാർത്തകളിലേക്കാണ്, അനന്തകലാപുരിയിലേക്ക്. യെസ്, അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. അപ്പോൾ ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, നാടകം, നാടൻ പാട്ട്, പരിചമുട്ട് ഇതൊക്കെ ഇന്നും തുടരുന്നുണ്ട്. 713 പോയിന്റോടെ കണ്ണൂരാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ള കോഴിക്കോട് 708 പോയിന്റ് ഉണ്ട്. 702 പോയിന്റോടെ കോഴിക്കോട് 3ാം സ്ഥാനത്ത് തുടരുന്നു. നാളെയാണ് കലോത്സവം സമാപിക്കുന്നത്. സജോ ദേവസ്യ, മേഘ്ന മുരളി എന്നിവർ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നുണ്ട്. ഞാനൊരു കണ്ണൂരുകാരനാണ്, സജോ ഒരു കണ്ണൂരുകാരനാണ്, മേഘ്ന ഒരു കണ്ണൂരുകാരിയാണ്. അതെ, മൊത്തം കണ്ണൂരുകാർക്കിടയിൽ ഞാനൊരു കോട്ടയംകാരി. ആ പോയിന്റ് പട്ടികയിൽ എവിടെയാ കോട്ടയം എന്ന് പോലും എനിക്ക് അറിയില്ല. യെസ്, ആദ്യം സജോയിലേക്കാണ്. സജോ, അപ്പൊ 713 പോയിന്റോടെ കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമായൊരു ലീഡാണ്. തൊട്ട് പിറകിലുള്ള നമ്മുടെ കോഴിക്കോടിന് 708 പോയിന്റ്. പക്ഷേ ഒരു ബെറ്റർ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂർ ഒരു ആധിപത്യം സ്ഥാപിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി 2 ദിവസം കൂടെ മേളയുണ്ട്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ കലോത്സവത്തിന്റെ ഒരു അപ്ഡേറ്റ്? അതിൽ നിന്ന് തുടങ്ങാം സജോ. പ്രജിലൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. അതായത് കലോത്സവം സമാപനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഉത്സവം എന്ന നിലയ്ക്ക് കൗമാര കലയുടെ ഉത്സവം സമാപനത്തോടടുക്കുന്നു എന്നതൊരു കാര്യം. മറ്റൊന്ന്, ജനപ്രിയ ഇനങ്ങളൊക്കെ വേദിയിലെത്തിയ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നും അതിന്റെ ബാക്കി തുടർ. വിവിധ വിഭാഗങ്ങളുള്ള മത്സരമുണ്ട്. അതായത് നാടകവും മിമിക്രിയും. ഹൈസ്കൂൾ വിഭാഗം നാടകം യഥാർത്ഥത്തിൽ ഇന്നാണ്. അതോടൊപ്പം വിവിധ മിമിക്രി അടക്കമുള്ള പൊതുവെ ജനപ്രിയ ഇനങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ വലിയ പങ്കാളിത്തം, അതായത് കാണികളുടെ വലിയ പങ്കാളിത്തം ഒന്നും ഇല്ലെങ്കിലും ജനപ്രിയ ഇനങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ട്. സംഘാടനവും അതൊക്കെ ആ നിലയ്ക്ക് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വന്നാൽ, അതായത് ആദ്യ ദിനം മുതൽ, കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ജില്ലകളുടെ പട്ടികയിൽ, അതായത് മികച്ച പോയിന്റുള്ള ജില്ലകളുടെ പട്ടിക എടുക്കുമ്പോൾ കണ്ണൂരിന് വലിയ ആധിപത്യം അവകാശപ്പെടാൻ കഴിയുകയില്ലെങ്കിലും ആദ്യ ദിനം മുതൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. അതിനെ മറികടക്കാൻ ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 713 പോയിന്റാണ് അതായത് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയാണ്. പക്ഷേ ഏത് സമയവും അത് മാറി മറിയാവുന്നതാണ്. ഇനി അവശേഷിക്കുന്ന ഇനങ്ങളിലെ ഗ്രേഡുകൾ കൂടി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ സാധ്യത കൂടി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ചാമ്പ്യൻ പട്ടം ജില്ലയ്ക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആദ്യ ദിനം മുതൽ ഇതുവരെ കണ്ണൂരിനെ മറികടന്നിട്ടില്ല. 713 കണ്ണൂർ ജില്ലയുടെ പോയിന്റ്. തൃശൂർ 2ാം സ്ഥാനത്ത് 708, പാലക്കാട് 702 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെയും മറ്റ് ജില്ലകളും നല്ല മികച്ച പ്രകടനത്തോടുകൂടി തന്നെ പിന്നാലെ തന്നെ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. കാരണം 4ാം സ്ഥാനത്തുള്ള പാലക്കാട് 702 പോയിന്റ് ഉണ്ട്. 5ാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് 681 പോയിന്റ് ഉണ്ട്. അത് പക്ഷേ ഒരു മത്സരത്തിലെ എ ഗ്രേഡ് നേടുന്ന കുട്ടികളുടെ എണ്ണത്തിലെ മാറ്റം മാത്രം മറികടക്കാൻ കഴിയുന്ന പോയിന്റ് നിലയാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ ഇതുവരെയുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ കണ്ണൂർ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സജീവമാണ്. കാണികളുടെ ഒരു പങ്കാളിത്തത്തിലെ കുറവ് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ മികച്ച നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ ചില വേദികളിലും ഇടങ്ങളിലുമൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തിന് കുറവൊന്നുമില്ല എന്നത് മാത്രമേ ഉള്ളൂ. ചില സദസ്സുകൾ ശുഷ്കം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ അതിഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. എന്നോടൊപ്പം മേഘന കൂടി ചേരുകയാണ്. മേഘന, കപ്പ് കണ്ണൂരിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് സ്ഥിതി? അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഇന്ന് 4ാം ദിവസമാണ്. നാളെ മാത്രമേ കലോത്സവം ബാക്കിയുള്ളൂ. കുട്ടികൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് നാളെ മാത്രമാണ്. അതുകൊണ്ട് ഈ സ്വർണ്ണ കപ്പിനുള്ള പോരാട്ടം അത് വാശിയായി തുടരുന്നു. വാശിയേറിയ ഈ ദിവസം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഇപ്പോൾ പോയിന്റ് നില എന്ന് പറയുന്നത് കണ്ണൂരിന് 713 പോയിന്റാണ്. 713 പോയിന്റ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയും. കാരണം ഇന്ന് ശക്തമായ നാടകമടക്കമുള്ള മിമിക്രിയും മോണോ ആക്ടും അടക്കമുള്ള മത്സരങ്ങൾ നടക്കുന്നു. ഈ മത്സരഫലം അറിഞ്ഞാൽ ചിലപ്പോൾ ഈ പോയിന്റ് നില മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തുടക്കം മുതലുള്ള ഒരു ജൈത്രയാത്ര കണ്ണൂർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കുട്ടികളുടെയും ജില്ലയുടെ പ്രതിനിധികളായി വരുന്നവരുടെയും ഒക്കെ വാശി വർദ്ധിക്കും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കപ്പ് നേടിയെടുക്കാനുള്ള ഒരു മത്സരം വർദ്ധിക്കും ഈ 4ാം ദിവസം. 4ാം ദിനത്തിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്. അപ്പോ അതിൽ തന്നെ കണ്ണൂരിന്റെ ആധിപത്യം അത് ഇന്ന് മറികടക്കാൻ കഴിയുമോ മറ്റു ജില്ലകൾക്ക് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതെ, സജീവമായി 24ഉം അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രജൻ, എന്റെ കോട്ടയം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കോട്ടയം 11ാം സ്ഥാനത്താണ്. കോട്ടയത്തിന് 639 പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരെ അറിയിക്കുകയാണ് കേട്ടോ.